ധന്യ, നമ്മുടെ ഇപ്പോ ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ചുള്ള ചർച്ചകൾ എങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? അതിലെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ നിൽക്കേണ്ടത്? അതെ. പക്ഷേ ചില മാധ്യമ പ്രവർത്തകരുടെ ആ ഒരു അതിനെ വിശദീകരിക്കുന്നത് കേട്ടാൽ ഈ നമ്മൾ പറയാം മന്ദം കമ്മികൾ എന്ന് പറയുന്നവർ, അതായത് അവർക്ക് കണ്ണ് കാണില്ല, ക്യാപ്സ്യൂൾ എന്താണോ അത് അതേപോലെ അത് എന്താണെന്നൊന്നും നോക്കൂല, അതിനെ അതേപോലെ വിഴുങ്ങുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർ മാറുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ ഒരു റിപ്പോർട്ട്, ആ ഒരു സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം അത് ഒരു എസ്റ്റിമേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ അല്ല. അത് എസ്റ്റിമേറ്റ് കൊടുക്കേണ്ടത് ആർക്കാ? കേന്ദ്രത്തിന് കൊടുക്കാനുള്ളത് എടുത്ത് ഇവിടെ ഹൈക്കോടതിയിൽ കൊടുത്തത് ഒന്നാമത്തെ തെറ്റ്. 10-13 ഉദ്യോഗസ്ഥർ സൈൻ ചെയ്ത് വിട്ട ഒരു റിപ്പോർട്ടാണത്. അത് ഇത്ര നിരുത്തരവാദപരമായി ചെയ്തതിനെ അതിന്റെ തെറ്റ് എന്താണെന്ന് പറയുന്നതിന് പകരം ന്യായീകരിക്കുകയാണ്. എന്തിനാണ്? രാജ്യത്ത് നിലനിൽക്കുന്ന അശാസ്ത്രീയമായ മാനദണ്ഡങ്ങളുടെ തലയിലാണ് ഇത് വെക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ ഇതൊന്നും ശരിയല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നമ്മുടെ സർക്കാരിന് അത് ചെയ്യേണ്ടി വന്നു. ആ ഗതികേടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. കാരണം അപ്പൊ അത് കണ്ട് നമ്മുടെ സുജയ പാർവതി അതിനെ നല്ല ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്, പറയട്ടെ ഏതുവരെ പോകുന്ന കാണട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അവസാനം കുറച്ച് ഈ ക്യാപ്സ്യൂൾ കിട്ടിയതല്ലേ, ഇനി വെള്ളം കുടിച്ചേക്കാം എന്ന് പറഞ്ഞ് സുജയുടെ ഭാഗം പറയുന്നുണ്ട്. കാരണം അതിലെ തെറ്റ് തന്നെയാണ്. അതല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ചേച്ചി റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് വളരെ ഗൗരവമായ അറിവുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ പ്രശ്നം അദ്ദേഹം കറകളഞ്ഞ ഒരു സഖാവാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പിണറായി വിജയൻ എന്ത് തെറ്റ് കാണിച്ചാലും അത് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമില്ലാത്ത മാധ്യമ പ്രവർത്തകൻ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പ് കൂടിയായ വേണു ബാലകൃഷ്ണനും. പിണറായി വിജയനെ ഏതൊക്കെ തരത്തിൽ പൊക്കി പറഞ്ഞ് നിലനിർത്താൻ കഴിയുമോ, ഏതൊക്കെ തരത്തിൽ രക്ഷിച്ചെടുത്ത് ക്യാപ്സ്യൂളുകൾ നിരത്തി കൊണ്ടുപോകാൻ കഴിയുമോ അതേപോലെ അദ്ദേഹവും ചെയ്യും. ഇനി തൊട്ടടുത്തിരിക്കുന്ന സ്മൃതി പരുത്തിക്കാട്. പലപ്പോഴും സ്മൃതിയുടെ അവസ്ഥ കണ്ട് എനിക്ക് ദയനീയത തോന്നിയിട്ടുണ്ട്. കാരണം മാതൃഭൂമി ചാനലിലൊക്കെ സ്മൃതി ഒരു പുലിക്കുട്ടിയായിരുന്നു. മാതൃഭൂമിയുടെ പുലിക്കുട്ടി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് പല വീഡിയോകളും വൈറലായി രംഗത്ത് വന്നിട്ടുണ്ട്. അന്നൊരു പെൺ അവതാരക ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് സ്മൃതി പരുത്തിക്കാടായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്മൃതി ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക്, എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിലേക്ക് തീരെ അങ്ങ് താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ളവർ പറയുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. കേന്ദ്രം കൊടുക്കട്ടെ, സംസ്ഥാനം വാങ്ങട്ടെ, കേന്ദ്രം പറയട്ടെ, സംസ്ഥാനം ചെയ്യട്ടെ. ഇതാണ് സ്മൃതിയുടെ നിലപാട്. തൊട്ടടുത്തിരിക്കുന്ന അരുൺകുമാർ ഇതുപോലെ തന്നെയാണ്. പിണറായി സർക്കാരിനെ ഏത് തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ ന്യായീകരിക്കും. BJP ഏത് തരത്തിലൊക്കെ അവഹേളിക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ അവഹേളിക്കും. പ്രത്യേകിച്ച് RSS എന്ന് കേട്ടാൽ അരുൺകുമാറിന് അസഹിഷ്ണുത ഇളവും. ഒരു തരം ചൊറിച്ചിലാണ് പിന്നെ. അപ്പം ഇതാണ് ഇവരുടെ അവസ്ഥ. ഇതിനൊക്കെ വിഭിന്നമാണ് സുജയ പാർവതി. സുജയ പാർവതിക്കൊരു BJPയുടെ മുഖം തന്നെയാണ് ചാനലിലുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. BJPക്കാർക്ക് അവർക്ക് ഇപ്പോൾ വാർത്തകൾ നിഷ്പക്ഷമായി അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന രീതി ഇപ്പോൾ സ്മൃതിയാണ്, അല്ല ഇപ്പോൾ സുജയ പാർവതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ താരം എന്ന് പറയുന്നത്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, അപ്പൊ ധന്യ പറയുന്നത് BJP അനുകൂലമായി പറയുന്നവർ മാത്രമാണ് നിഷ്പക്ഷമായി കാര്യങ്ങൾ പറയുന്നത് എന്നാണോ ധന്യ? ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. BJP അനുകൂല ഇപ്പോ ഉണ്ണി ബാലകൃഷ്ണനും നിഷ്പക്ഷമായ വാർത്തകളെ കാണാറുണ്ട്. പക്ഷെ അദ്ദേഹം ചില സാഹചര്യങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ, ചില സാഹചര്യങ്ങളിൽ എടുക്കുന്ന വാർത്തകൾ, അതൊക്കെ ഒരു സഖാവ് ഒരു വാർത്താ സമ്മേളനം നടത്തി പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകന മേഖലയിൽ ഇരുന്നു കൊണ്ട് പറയുന്നത്, ഡെസ്കിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ സുജയ പാർവതിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ പലപ്പോഴും സുജയ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിലൊരു BJP മുഖമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ല, ഇപ്പൊ ഈ ഇന്നലത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ ശക്തമായി ഇതിനെ ന്യായീകരിക്കുന്നു. അപ്പോഴും സുജയ പാർവതി പറയുന്നുണ്ട്, ശരി അതിൽ തെറ്റുണ്ട്, അത് റവന്യൂ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യം പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്നും സുജയ പറയുന്നു. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു BJPയുടെ ഒരു മുഖമായി സുജയ പാർവതി വാർത്തകളെ അവതരിപ്പിക്കുമ്പോഴും
പറയാനുള്ള കാര്യങ്ങൾ അവർ കൃത്യമായി എടുത്ത് പറയാറുണ്ട്. അവർ ഈ പഠിച്ച് ഹോംവർക്ക് ചെയ്ത് കൃത്യമായി കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യങ്ങളിലും ഒരിക്കലും തെറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം സുജയ പാർവതി പറഞ്ഞത് എന്താണ്? നമ്മൾ ഏതെങ്കിലും നാട്ടിൽ കേട്ടിട്ടുണ്ടോ 75,000 രൂപയ്ക്ക് ഒരു മൃതശരീരം മറവ് ചെയ്യുന്നത്? 75,000 രൂപയാണ്. പ്രിയ ചേച്ചിയുടെ നാട്ടിൽ അങ്ങനെയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ശ്മശാനമുണ്ട്. ഈ 5 സെന്റിന് മുകളിലുള്ളവർ താഴെയുള്ളവർക്ക് വീട്ടിൽ നമുക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ പറ്റില്ല. അവരെ ശ്മശാനത്തിൽ കൊണ്ടുപോകണം. അവിടെ എത്ര രൂപ അടയ്ക്കണമെന്ന് തോന്നുന്നു. അത് വളരെ 75,000 രൂപയൊന്നും എന്തായാലും ഇല്ല. ആ തുക അടയ്ക്കുക. അതോ ഇനി ഫ്രീ ആയിട്ടാണോ അതെനിക്ക് അറിയില്ല, എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം. അവിടെ കഴിഞ്ഞു. പിന്നെ വേറെ ഒരു നാട്ടിൽ ക്രിസ്ത്യൻസിനാണെങ്കിൽ അവർക്ക് ഈ ശവപ്പെട്ടി മണ്ണിനടിയിൽ വെക്കുന്നു, അത് ഈ പള്ളിയിലാണ്. മുസ്ലിംസിനാണെങ്കിലും അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആരും ഈ 1 ലക്ഷം രൂപയുടെ, ഇനിയിപ്പോ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മഹാൻ മരിച്ചാലും 1 ലക്ഷം രൂപയുടെ അടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്വർണം കെട്ടിയ പെട്ടിയിലായിരിക്കും അടക്കുന്നത്. അതല്ല, അതിന് വേറൊരു കാര്യം പറയും. ഇപ്പൊ ഇവർ വാദിക്കുന്നത് കേന്ദ്രത്തിന് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യണം, എന്നാലേ അതിന്റെ ഒരു പകുതിയെങ്കിലും കിട്ടൂ എന്നാണല്ലോ അവർ പറയുന്നത്. അപ്പൊ സുജയ് ചോദിക്കുന്നുണ്ട്, അതിനവിടെ ഉണ്ടായ നഷ്ടങ്ങൾ ഒരുപാട് കണക്കുകളുണ്ട്. ഈ ദുരന്ത ബാധിത മേഖലകളെല്ലാം കൂടി അവിടെ ഉണ്ടായ കാർഷിക മേഖലയിലെ നഷ്ടം ഉൾപ്പെടെ വീടിന്റെ നഷ്ടം, അങ്ങനെ പല രീതിയിലുള്ള നഷ്ടങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായി എഴുതിയാൽ തന്നെ ഈ ഒരു എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിട്ടും ഈ ബാക്കിയെല്ലാം പോട്ടെ, ഈ ഒരു മൃതദേഹം അടക്കം ചെയ്യുന്നതിന് അതായത് ഫുൾ ബോഡി പോലും ഇല്ലാത്ത ചില ബോഡി പാർട്ടുകൾ മാത്രമാണ് ഒരു ശരീരമായിട്ട് കൂട്ടിയിട്ടുള്ളത്. അതിന് 75,000 രൂപ നിശ്ചയിച്ച ഈ ഉദ്യോഗസ്ഥരെ എന്തെന്ന് പറയേണ്ടതാണ്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിനാണ് പിണറായി വിജയൻ മറുപടി പറയേണ്ടത്. ഏത് നാട്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയ 75,000 രൂപയ്ക്ക് ഒരു മൃതദേഹം അടക്കം ചെയ്യുന്നത്? നിങ്ങൾക്ക് മറ്റെന്തെല്ലാം കണക്കുകൾ നിരത്താം, നിങ്ങൾക്ക് മറ്റെന്തെല്ലാം കള്ളക്കണക്കുകൾ വയ്ക്കാം. ഇപ്പോൾ വാഹനങ്ങളുടെ കാര്യത്തിൽ, കാർഷിക മേഖലയുടെ കാര്യത്തിൽ, വീടുകളുടെ കാര്യത്തിൽ, തുണികളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ക്യാമ്പുകളുടെ കാര്യത്തിൽ നിങ്ങൾ കള്ളത്തരം കാണിച്ചോളൂ. നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ നിങ്ങൾ എത്ര കള്ളത്തരം വേണമെങ്കിലും കാണിച്ചോളൂ. ഒരു ശവം അല്ലെങ്കിൽ ഒരു മൃതദേഹം, അതിനോട് കാണിക്കുന്ന അനാദരവ്, ആ മൃതദേഹത്തെ വിറ്റ് കാശാക്കുന്നത്, അതും കോടികൾ തട്ടാൻ വേണ്ടി ഒരു മൃതദേഹത്തിന് 75,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഈ കണക്ക് എഴുതിയവരെയൊക്കെ ഓടിച്ചിട്ട് അടിക്കണമെന്നാണ്. ട്രോളുകൾ ഇപ്പൊ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രോൾ പറയട്ടെ. വയനാട് ദുരന്തത്തിന്റെ കണക്കിൽ ഈ 2 കോടി കൂടി ഉൾപ്പെടുത്തണം ഒരാൾ സജസ്റ്റ് ചെയ്ത്. അപ്പൊ മലയാളി ഇത് ഏതാ എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത 2 കോടി? അപ്പൊ അടുത്ത മറുപടി, ഇത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ ചെലവായ കറക്റ്റ്. ഇനി ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ചിലവായ 2 കോടി വന്നിട്ടില്ല. പിന്നെ ഈ 13 ഉദ്യോഗസ്ഥർ ഒപ്പിട്ടതിന്റെ പൈസ വന്നിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഇനിയൊരു കണക്ക് വേറെ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് അയക്കുമായിരിക്കാം. വേറൊന്നും പറട്ടെ, ഒരു അമ്മ മകനെ വെച്ചിട്ട് പറയുന്നത്, എന്തിനാ സാറേ ഇവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? പരീക്ഷയ്ക്ക് 8 മാർക്ക് കിട്ടിയത് ഇവൻ പ്രോഗ്രസ് കാർഡിൽ 88 ആക്കി തിരുത്തിയില്ലേ? അപ്പൊ പയ്യൻ പറയാണ്, അയ്യോ സാറേ അത് വീട്ടിൽ കാണിക്കാനുള്ള എസ്റ്റിമേറ്റ് മാർക്കാണ്. എന്തായാലും എന്തൊക്കെ സംഭവം ഉണ്ടായാലും ട്രോളർമാർക്ക് അത് ആഘോഷം. ഇത് ട്രോളിനപ്പുറം ചേച്ചി നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ അല്ലേ. കാരണം ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ എങ്ങനെ ഇതിരുന്ന് ന്യായീകരിക്കാൻ തോന്നുന്നു? എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. എങ്ങനെ ഇവർക്കൊക്കെ ഇതിരുന്ന് ഹാഷ്മി ഇരുന്ന് ന്യായീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം. അത് എസ്റ്റിമേറ്റ് ആണ്, സന്ദീപ് വാര്യറോട് അത് എസ്റ്റിമേറ്റ് ആണ് അതെ ആയിക്കോട്ടെ, എസ്റ്റിമേറ്റ് ആണ്, ഞാൻ സമ്മതിക്കുന്നു. എസ്റ്റിമേറ്റ് നമ്മൾ തന്നെ ഒരു ലോൺ എടുക്കാൻ, വീട് വെക്കാൻ ലോൺ എടുക്കാൻ പോകണം. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് 10 ലക്ഷം രൂപ വേണമെങ്കിൽ 10 ലക്ഷമാണോ നമ്മൾ കൊടുക്കേണ്ടത്? അവർക്കാണ് ഇത്ര ശതമാനമേ നമുക്ക് തരൂ എന്നൊരു ഇത് കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് ശരി കൂട്ടി എസ്റ്റിമേറ്റ് വെച്ച് കൊടുത്തു, ശരി ആയിക്കോട്ടെ. അതെന്തിനാണ് ഈ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തത്? അതെ കറക്റ്റ്. അതാണ് ഞങ്ങളിത് കുറച്ച് പണം കൂടുതൽ കിട്ടാനായി ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ കണക്കാണ് കാണിക്കുന്നത്. യഥാർത്ഥ കണക്ക് മുഖ്യമന്ത്രിയുടെ സൈറ്റിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവർക്ക് അതെടുത്ത് നോക്കാം. കേന്ദ്രത്തിന് ഇത്ര കണക്ക് കൊടുത്താൽ മാത്രമേ അവരിപ്പോൾ ഈ തുക നമുക്ക് തരൂ. ഇത് ഏകദേശം 1,500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഈ കണക്കുകൾ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പാവപ്പെട്ടവന്റെ ദുരിതത്തെ മുതലാക്കിക്കൊണ്ട് അവനിൽ നിന്ന് അവൻ മുണ്ട് മുറുക്കി കൊടുക്കുന്ന പണം അവനിൽ നിന്ന് തന്നെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ അടുത്തും ഈ സർക്കാർ തന്നെ വരണം. എന്തായാലും ഉണ്ണിച്ചേട്ടനെ അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണനെ
നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കുണുവാവ എന്ന് വിളിക്കാനാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം ന്യായീകരണം കാണുമ്പോൾ ഉണ്ണിക്കുണുവാവയ്ക്ക് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ എന്നാണ് ചോദിക്കാനുള്ളത്.